കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തത്തിന് വഴിവെച്ച വിഷവസ്തുക്കളും സാധന സാമഗ്രികളുമാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അപകടമുണ്ടായ അൽ അഹമ്മദി ഗവർണറേറ്റിൽ തന്നെയായിരുന്നു ഗോഡൌൺ. മുഹമ്മദ് അബ്ദോ എന്ന ഈജിപ്ഷ്യൻ സ്വദേശിയുടേതാണ് ഗോഡൌൺ എന്ന അന്വേഷണത്തിൽ വ്യക്തമായി. ഇവിടെ നിന്നുമാണ് മദ്യം ഉൽപ്പാദിപ്പിച്ച് പ്രാദേശിക വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിരുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മദ്യ ദുരന്തത്തിന് പിന്നാലെ ഇയാൾ രാജ്യം വിട്ടതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദോയെ പിടികൂടാനായി ഈജിപ്ഷ്യൻ സുരക്ഷാ അധികൃതരുമായി നയതന്ത്ര ചർച്ച തുടങ്ങിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. 25 ലിറ്ററോളം വരുന്ന രാസവസ്തുക്കളാണ് ഗോഡൌണിൽ നിന്നും കണ്ടെടുത്തത്. 340 പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലായാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. തീപിടുത്തമുണ്ടായാൽ വലിയ സ്ഫോടനത്തിനു വരെ കാരണമാകാവുന്ന രാസവസ്തുക്കളാണ് ഇവയെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിഷവാതക ചോർച്ചയ്ക്ക് വരെ ഇവ കാരണമാകാനിടയുണ്ട്. കുവൈറ്റ് ഫയർഫോഴ്സിന്റെ കൂടി സഹകരണത്തോടെയായിരുന്നു മേഖലയിലെ പരിശോധന. മദ്യ ദുരന്തത്തിൽ 160ഓളം പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇവരിൽ പലരും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.